എക്സാലോജിക്കിന്റെ പേരിലാണ് ഈ റെയ്ഡെങ്കിൽ ഇന്ന് അർദ്ധരാത്രി വരെ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാർ കുത്തിയിരുന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഇവിടെ നിന്നും കിട്ടൂല, തിരുവനന്തപുരത്തു നിന്നും കിട്ടൂല, കോഴിക്കോട് നിന്നും കിട്ടൂല. അവരെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്യൂല. അവര് യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വന്ന വൃത്യന്മാരാണ്. യജമാനന്മാരാരാ? BJPയും കോൺഗ്രസുമാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ വന്നവരാണ്. അവരവരുടെ ജോലി നിർവഹിച്ചു പോകട്ടെ. ഇന്നലെ ഹൈക്കോടതി അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ, FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഉടൻ ഇന്ന് രാവിലെ തന്നെ വരണമെങ്കിൽ ചേതോവികാരം എന്താ? അവിടെയാണ് VD സതീശന്റെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഡൽഹി യാത്ര. ആ ഡൽഹി യാത്ര പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം BJPയും കോൺഗ്രസും തമ്മിൽ ഡീൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് എല്ലാ കോടതിയും തള്ളിക്കഴിഞ്ഞ, ജനങ്ങളെ മുമ്പിൽ യാതൊരു തെറ്റും ചെയ്യാത്ത പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടാൻ അനുവദിക്കില്ല. അത് രാഷ്ട്രീയ വേട്ടയാണ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായി നമ്മൾ നേരിടും. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ഇതുപോലെയായിരുന്നു ലാവ്ലിൻ കേസും. ഇവർ 18 അടവും പയറ്റി 19ലേക്ക് എത്തിയപ്പോൾ കോടതിയിൽ പോയി. കോടതി അത് കുറ്റപത്രത്തിൽ കുറ്റം വായിക്കാതെ തന്നെ തള്ളേണ്ടി വന്നു. ഇതെന്തൊരു കുറ്റോ? എന്ത് തെറ്റായി ഇയാൾ ചെയ്തത്? ലാവ്ലിൻ കമ്പനി അവരുടെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് മലബാറിൽ ഇന്ന് ദക്ഷിണേന്ത്യയിലെ നമ്പർ 1 ആ MCC. അതവിടെ കിടക്കുകയാണ്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ. ആ പൈസ എടുത്തിട്ട് ഇവിടെ വന്നാൽ പോരെ? തലശ്ശേരി കോടിയേരിയും പിണറായി തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നതല്ല പിണറായി വിജയന്റെ പാരമ്പര്യം. കൈക്കൂലിക്കെതിരായി ശക്തമായി നടപടിയെടുക്കുന്നതാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ പാരമ്പര്യം. അതുകൊണ്ട് പിണറായി വിജയന്റെ കൈ ശുദ്ധമാണെന്ന് പിണറായിക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം. ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കൂല. ജില്ലാ കേന്ദ്രങ്ങളിലും ഏറിയ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധം ശക്തിപ്പെടുത്തും. രാത്രി എല്ലാ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഈ പ്രതിഷേധം BJP കോൺഗ്രസ് ഡീലിനെതിരായ പ്രതിഷേധമാണ്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ പ്രതിഷേധിക്കും. കോടതിയിൽ നിന്ന് വല്ല സമരസും വന്നാൽ ഹാജരാവുകയും ചെയ്യും.